ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ജോർജ് നെരേപ്പറമ്പിൽ CMI അച്ഛൻ. ജൈനീസ് ടിവിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ സുന്ദരമായ, ശുഭമായ, ദൈവികമായ ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. നമ്മളിന്ന് ദൈവദാസൻ ബഹുമാനപ്പെട്ട കനീഷ്യസ് തെക്കേക്കര പൊതപറമ്പിൽ CMI വൈദികന്റെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നാളെയാണ് ബഹുമാനപ്പെട്ട കനീഷ്യസ് അച്ഛൻ്റെ 28ാം ശ്രാദ്ധ ദിനം. ഇരിങ്ങാലക്കുട രൂപതയിലെ മാളയ്ക്കടുത്തുള്ള കോട്ടമുറി ആശ്രമ ദേവാലയത്തിലാണ് അദ്ദേഹത്തെ കബറടക്കിയിരിക്കുന്നത്. നാളെ അദ്ദേഹത്തിൻ്റെ 28ാം ശ്രാദ്ധ ദിനം വളരെ ദൈവികമായിട്ട് കോട്ടമുറി ആശ്രമ ദേവാലയത്തിൽ ആചരിക്കുകയാണ്. ധാരാളം പേർ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമേ ഈ ശ്രാദ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ നമ്മൾ ചാത്തം എന്ന് പറയുന്ന വാക്കിന്റെ സാഹിത്യ രൂപമാണ് ശ്രാദ്ധം എന്നുള്ള വാക്ക്. ശ്രാദ്ധ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ ആണ്ട് വാർഷിക ദിനം ഓർമ്മിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. ശ്രാദ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥം അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ശ്രാദ്ധം എന്നുള്ള വാക്കിന്റെ അർത്ഥത്തിൽ ഒരു അർത്ഥം മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് ശ്രദ്ധയോടുകൂടെ, ഭക്തിയോടുകൂടെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഒരു അർത്ഥമുണ്ട്. രണ്ടാമത്തെ ഒരു അർത്ഥമുള്ളത് മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഈ വ്യക്തിയെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അനുസ്മരിക്കണം. അദ്ദേഹത്തിനു വേണ്ടി ശ്രദ്ധയോടുകൂടെ നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ശ്രദ്ധയോടുകൂടെ നാം വിലയിരുത്തണം. നല്ല ജീവിതമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നാം ശ്രദ്ധയോടുകൂടെ പകർത്തിയെടുക്കേണ്ട പലതുമുണ്ട്. കാരണം അത് നമ്മുടെ സ്വർഗപ്രാപ്തിക്ക് കാരണമായി തീരും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളും അപാകതകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പോരായ്മകളും അപാകതകളും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ആ പോരായ്മകളും അപാകതകളും പൊറുത്തുകൊണ്ട് കർത്താവിന്റെ കാരുണ്യത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവദാസനായ കനീഷ്യസ് അച്ഛന്റെ ശ്രാദ്ധ ദിനം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ, ധന്യമായ, ദൈവികമായ, പുണ്യപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് ഒരു എത്തിനോട്ടത്തിന്റെ അവസരമാണ്. കനീഷ്യസ് അച്ഛൻ വലിയ ബൈബിൾ പണ്ഡിതനായിരുന്നു. കനീഷ്യസ് അച്ഛൻ വലിയ ധ്യാന ഗുരുവായിരുന്നു. CMI സഭയിലെ എല്ലാ പ്രധാനപ്പെട്ട അധികാര സ്ഥാനങ്ങളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയിലെ ആനന്ദപുരം സ്വദേശിയായ കനീഷ്യസ് അച്ഛൻ തൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൽ എപ്പോഴും കർത്താവിന്റെ ഇഷ്ടം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 28ാം ശ്രാദ്ധ ദിനം നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ജീവിതത്തിലെ പുണ്യങ്ങളെ അനുകരിക്കുവാനുള്ള ഒരു അവസരമാക്കി നമ്മൾ മാറ്റിയെടുക്കണം. കനീഷ്യസ് അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ സൂക്തം, ആത്മീയ വചനം മധുരമായി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടം അതുമാത്രം, അത് മുഴുവൻ, അത് എൻ്റെ ജ്വരം, അത് എൻ്റെ സംതൃപ്തി,
അത് എൻ്റെ സമാശ്വാസം. അത് ദൈവത്തിന്റെ ഇഷ്ടം മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ച കനീഷ്യസ് അച്ഛൻ അനേകം പേർക്ക് തന്നിലുണ്ടായിരുന്ന ആത്മീയ അനുഭവം പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ഒത്തിരി പേരെ കർത്താവിലേക്ക് അടുപ്പിച്ചു. ബൈബിൾ പണ്ഡിതനായിരുന്ന കനീഷ്യസ് അച്ഛൻ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ പ്രധാനമായിട്ട് പ്രേരണ സ്വീകരിച്ചത് തിരുവചനത്തിൽ നിന്നാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ നിന്നാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം അതാണ് എൻ്റെ ഭക്ഷണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് കനീഷ്യസ് അച്ഛനെ സംബന്ധിച്ച് നിത്യപുരോഹിതനായ യേശുവിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചെടുത്ത ഏറ്റവും വലിയ ആത്മീയ മൂല്യമായിരുന്നു. കനീഷ്യസ് അച്ഛൻ കർമ്മലീത്ത സന്യാസ സഭാംഗമായിരുന്നു. അപ്പൊ കർമ്മലീത്ത സന്യാസ സഭാംഗമായ അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് ഈശോ കഴിഞ്ഞാൽ പരിശുദ്ധ കർമ്മല മാതാവാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിർവഹിച്ചുകൊണ്ട് ജീവിച്ച പരിശുദ്ധ അമ്മയിൽ നിന്ന് അദ്ദേഹം ഒരു ശിശു അമ്മിഞ്ഞ പാൽ സ്വീകരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള ആത്മീയ പ്രചോദനം സ്വീകരിച്ചെടുത്തു. കർമ്മലീത്ത സഭാംഗങ്ങളുടെ പ്രത്യേക കാവൽക്കാരനും സംരക്ഷകനുമാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വചനം സുവിശേഷങ്ങളിൽ ഉണ്ട്. അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ മാലാഖ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അവിടെയും നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ തിരുചിത്തത്തിന്റെ മുൻപിൽ തൻ്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് അടിയറവ് വയ്ക്കുന്ന ഈശോയുടെ വളർത്തുപിതാവും തിരുക്കുടുംബ സംരക്ഷകനുമായിരുന്ന ഔസേപ്പിതാവിനെയാണ്. അപ്പോൾ ഈശോ, പരിശുദ്ധ അമ്മ, ഔസേപ്പിതാവ്, ഇവരിൽ നിന്ന് ബഹുമാനപ്പെട്ട കനീഷ്യസ് അച്ഛൻ സ്വീകരിച്ചെടുത്ത ഏറ്റവും വലിയ ആത്മീയ മൂല്യം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളതായിരുന്നു. അത് ജീവിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് കനീഷ്യസ് അച്ഛന്റെ ധന്യമായ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. കനീഷ്യസ് അച്ഛൻ പറയുന്നു, ന്യായപ്രമാണങ്ങളും തിരുവചനങ്ങളും നമ്മൾ പഠിക്കുന്നു, പക്ഷെ അത് ഹൃദയ ഭിത്തികളിലേക്ക് സ്വീകരിച്ചെടുക്കുക, ഹൃദയ ഭിത്തികളിൽ ആലേഖനം ചെയ്യുക, ആ ആലേഖനം ചെയ്ത പ്രകാരം ജീവിക്കുക, അതാണ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഗതി. അപ്പൊ ബൈബിളിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന്, തിരുവചനത്തിൽ നിന്ന് ദൈവത്തിന്റെ തിരുചിത്തം മനസ്സിലാക്കിക്കൊണ്ട് പ്രാവർത്തിക്കുവാനായിട്ട് അദ്ദേഹം താല്പര്യമെടുത്തുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ തൻ്റെ ഹൃദയബുദ്ധിയിലേക്ക് സ്വീകരിച്ചെടുത്തുകൊണ്ട് ആ വചനപ്രകാരം ജീവിക്കുവാനായിട്ട് അദ്ദേഹം എപ്പോഴും ഉത്സുകനായിരുന്നു, തൽപരനായിരുന്നു. അതാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ പരമ്പര, ഏറ്റവും വലിയ ആത്മീയ സുഹൃതം, ഏറ്റവും വലിയ ആത്മീയ പൈതൃകം. ചാവറയച്ചന്റെ മഹാഭക്തനായിരുന്ന കനീഷ്യസ് അച്ഛൻ CMI സഭയുടെ സ്ഥാപകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധനായ ചാവറയച്ചൻ. ആ ചാവറയച്ചൻ പറഞ്ഞ ഒരു വചനമുണ്ട്, മാമോദീസായിൽ ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. അപ്പൊ ചാവറയച്ചന്റെയും മഹാഭക്തനായിരുന്ന കനീഷ്യസ് അച്ഛൻ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ചാവറയച്ചനെയും മാതൃകയാക്കിയിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെയും അമ്മ ത്രേസ്യ പുണ്യവതിയുടെയും യോഹന്നാൻ ക്രൂസ് പുണ്യവാളന്റെയും ഒക്കെ മഹാഭക്തനായിരുന്ന കനീഷ്യസ് അച്ഛൻ തൻ്റെ ജീവിതത്തെ വെറും ഭക്തി കൊണ്ട് മാത്രം നിറച്ചിരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നില്ല, മറിച്ച് ഈ മഹാപുണ്യാത്മാക്കളുടെ ജീവിതത്തിലൂടെ അവർ എങ്ങനെ യേശുവിനെ പ്രാപിച്ചെടുത്തു, അവർ എങ്ങനെ യേശുവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിച്ചു, അത് തൻ്റെ ജീവിതത്തിലും സ്വാംശീകരിച്ചെടുക്കുവാനായിട്ട്, സ്വായത്തമാക്കിയെടുക്കുവാനായിട്ട്, പ്രാവർത്തികമാക്കിയെടുക്കുവാനായിട്ട്
കനീഷ്യച്ചൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കനീഷ്യച്ചൻ വളരെ പ്രായോഗികമായ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്തകളാണ് നാമുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം പറയുന്നു, സഹനം കൂടാതെ പുണ്യത്തിന്റെ പടിവാതിൽക്കൽ പോലും എത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. മനുഷ്യ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഈ സഹനങ്ങൾ ചെറുതായാലും വലുതായാലും അത് യേശുവിന്റെ പാടുപിടകളോട് ചേർത്ത് വെച്ചുകൊണ്ട് പുണ്യസമ്പാദനത്തിന്റെ മാർഗമാക്കി എടുക്കുവാൻ കനീഷ്യച്ചൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കനീഷ്യച്ചൻ നമ്മളോട് പറയുന്നു, ഈ സഹനത്തിന്റെ മഹാമൂല്യം, മഹാദൈവീക പൈതൃകം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് പുണ്യസമ്പാദനത്തിൽ മുന്നോട്ട് പോകണം എന്നാണ്. കനീഷ്യച്ചന്റെ ജീവിതത്തിൽ ഉടനീളം ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളുടെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രായമായപ്പോൾ അദ്ദേഹത്തിന് ആമവാദത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ സഹനത്തിന്റെ അവസരങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷെ ഈ സഹനത്തിന്റെ അവസരങ്ങളെല്ലാം അദ്ദേഹം ദൈവിക പദ്ധതിയിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മുടെ മുൻപിൽ നമുക്ക് നമ്മുടെ കൊച്ചു ജീവിതങ്ങളിലെ സഹനങ്ങളിൽ എപ്രകാരം സന്തോഷത്തോടു കൂടെ ആയിരിക്കണം എന്നുള്ളതിന് വലിയ മാതൃകയായി തീരുന്നു. കനീഷ്യച്ചന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വചനമാണ് ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ്. നീ എവിടെയാണ് നടപ്പെട്ടിരിക്കുന്നത് അവിടെ നീ പുഷ്പിക്കുക. നമ്മുടെ ജീവിതങ്ങൾ എവിടെയായിരുന്നാലും അവിടെയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട്, കനീഷ്യച്ചനെ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന, ദൈവീക സന്തോഷത്തിന്റെ സൗരഭ്യം പകരുന്ന വലിയ ഒരു ആത്മീയ ആനന്ദത്തിന്റെ പൂക്കളായിട്ട് തീരുവാൻ കനീഷ്യച്ചൻ നമ്മെ ഉപദേശിക്കുന്നു. സ്വന്തം ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി മനസ്സിലാക്കിയ കനീഷ്യച്ചൻ പറയുന്നു, എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയം, എൻ്റെ ഹൃദയം ദൈവം കുടികൊള്ളുന്ന വാഗ്ദാന പേടകം, എനിക്ക് എപ്പോഴും കാവൽക്കാരായിട്ട് മാലാഖമാരുണ്ട്, ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരും എൻ്റെ സഹോദരീ സഹോദരങ്ങൾ. കനീഷ്യച്ചന് ആരുമായിട്ട് പക ഉണ്ടായിരുന്നില്ല, ആരുമായിട്ട് വിദ്വേഷം ഉണ്ടായിരുന്നില്ല. കനീഷ്യച്ചൻ ആരോടും പ്രതികാരം ചെയ്തതായിട്ട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം കാണുന്നില്ല. കാരണം തൻ്റെ ശരീരമാകുന്ന ആലയത്തെ തൻ്റെ ഹൃദയമാകുന്ന വാഗ്ദാന പേടകത്തിൽ വസിക്കുന്ന യേശുവിന്റെ ഇഷ്ടപ്രകാരം കൈകാര്യം ചെയ്യുന്നതിൽ കനീഷ്യച്ചൻ അതീവ സമർത്ഥനായിരുന്നു, അതീവ ശ്രദ്ധാലുവായിരുന്നു. കഴിഞ്ഞില്ല, തൻ്റെ കൂടെ എപ്പോഴും മാലാഖമാരുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കനീഷ്യച്ചന് താൻ കണ്ടുമുട്ടുന്ന എല്ലാവരെയും സഹോദരീ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ദൈവീകമായ പുഞ്ചിരി പകർന്നുകൊണ്ട് എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് കനീഷ്യച്ചന് സാധിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം കൂടെ ജീവിക്കുന്നവരുണ്ട്, നാം കണ്ടുമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ നമ്മെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ദൈവിക അനുഭവം പങ്കുവെച്ചു കൊടുക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി തീരേണ്ടത്. കനീഷ്യച്ചൻ ധാരാളം അധികാര സ്ഥാനങ്ങളിൽ ഇരുന്ന വ്യക്തിയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ കനീഷ്യച്ചൻ പറയുന്നത്, ഞാൻ കാനായിലെ കല്യാണ വീട്ടിലെ വെറും കൽഭരണി, ഒഴിഞ്ഞ ഒരു കൽഭരണി, കർത്താവാണ് അതിനകത്ത് സ്നേഹത്തിന്റെ, ഭക്തിയുടെ, ദൈവിക കൃപയുടെ വീഞ്ഞു നിറച്ചത്. അപ്പൊ ഞാൻ ഏത് അധികാര സ്ഥാനത്ത് ഇരുന്നപ്പോഴും മറ്റുള്ളവർക്ക് ദൈവിക പദ്ധതി പ്രകാരം സേവനം ചെയ്യുവാൻ എനിക്ക് ഏറ്റവും പ്രേരകമായി തീർന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറച്ച ആത്മീയ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, കനീഷ്യച്ചന്റെ ഈ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട്
നമുക്ക് നമ്മെക്കുറിച്ച് വിലയിരുത്താം. നാം ഏത് ജീവിതാവസ്ഥയിലായാലും നാമൊക്കെ കാനായിലെ കല്യാണ വീട്ടിലെ ഒഴിഞ്ഞ കൽഭരണികളാണ്. നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ അഭിഷേകം കനീഷ്യസിൽ ഉണ്ടായിരുന്നതുപോലെ പുതു വീഞ്ഞ് കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി അവിടെ സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ അഭിഷേകത്തിന്റെ പുതുവീഞ്ഞ് ഉണ്ടാകുമെങ്കിൽ നമ്മുടെ ജീവിതം നമുക്കെപ്പോഴും സന്തോഷമുള്ളതായി തീരും. അത് മറ്റുള്ളവർക്ക് കൂടി സന്തോഷം നൽകുന്ന ഒരു ജീവിതമായിട്ട് തീരും. ഈ സന്തോഷം നൽകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളെ പുണ്യസമ്പാദനത്തിന്റെ മാർഗങ്ങളായിട്ട് നാം സ്വീകരിച്ചെടുക്കണം എന്നുള്ളതാണ് കനീഷ്യസ് അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ ഉപദേശം നമ്മോട് ഇന്ന് പറയുന്നത്. നമുക്കൊക്കെ ധാരാളം നേട്ടങ്ങളുണ്ട്, നമുക്കൊക്കെ ധാരാളം നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അഭിമാനങ്ങളുണ്ട്. പക്ഷെ കനീഷ്യസ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമായി തീരേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് അടിയറവ് വെച്ചുകൊണ്ട് ഞാൻ ജീവിച്ച ജീവിത ശൈലിയായിരിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായി തീരേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി സ്മാരകങ്ങൾ പണിയുന്നവരാണ് നാം ഒക്കെ. മറ്റുള്ളവരെ ഓർക്കുവാൻ വേണ്ടി പലതും സൂക്ഷിച്ചു വെക്കുന്നവരാണ് നാം ഒക്കെ. പക്ഷെ കനീഷ്യസ് പറയുന്നു, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കുമ്പോൾ നമ്മെക്കുറിച്ച് അവർ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമായി തീരേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് അടിയറവ് വെച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നായിരിക്കണം. അപ്പൊ കനീഷ്യസിന്റെ ശ്രാദ്ധ ദിനം ശ്രദ്ധയോടുകൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ആത്മീയ സുഹൃത്തുക്കളെ തിരിച്ചറിയുവാനും അത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാനുമുള്ള ഒരു അവസരമാണ്. കനീഷ്യസ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആത്മീയ വാചകം ഇതാണ്: ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട് നാം എവിടെയായിരുന്നാലും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ആത്മീയ സൗരഭ്യം പകരുന്ന പുഷ്പങ്ങളായി സൂനങ്ങളായി മാറിയെടുക്കുക. നാം മരണം വഴി ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയാലും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മെക്കുറിച്ച് ഓർക്കേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു വ്യക്തി ആണെന്നുള്ളതായിരിക്കണം. കനീഷ്യച്ചൻ വേഗം വിശുദ്ധനായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കനീഷ്യസിന്റെ പക്കൽ നമുക്ക് പോകാം. അദ്ദേഹത്തിന്റെ ഖബറിടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കാം. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥന കനീഷ്യസിനെ പോലെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള ദൈവകൃപയ്ക്കായിട്ടുള്ള പ്രാർത്ഥനയായി തീരട്ടെ. കനീഷ്യസൻ സ്വർഗത്തിലിരുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ദൈവികമായ പുഞ്ചിരിയിലൂടെ നമുക്കൊക്കെ നമ്മുടെ കൊച്ചു ജീവിതങ്ങളിലെ സങ്കടങ്ങളില്, ദുഃഖങ്ങളില്, വിഷമങ്ങളില്, സംഘർഷങ്ങളില് ആശ്വാസവും സമാധാനവും സൗഖ്യവും നൽകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.